ഇവിടെ നിന്നല്ലേ ബ്രസീലിന് പിയവ് തുടങ്ങിയത്. ത്യാഗോ സിൽവ, നെയ്മർ ജൂനിയർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിൽ സുഹൃത്ത് ബന്ധം കൈമാറുന്ന ദൃശ്യങ്ങളാ. മത്സരത്തിൽ സാന്റോസ് തോറ്റൊരു ഗോളിന് സാന്റോസ് ഏറ്റവും അടി പോയിട്ടുണ്ട്. ഇപ്പോൾ നെയ്മർ ജൂനിയർ വന്നിട്ട് അദ്ദേഹത്തിന് കൂടുതൽ കളിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും ടീം ഒരുപാട് താഴെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സെൻറ്റിന് പരിശീലകനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് സാന്റോസിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള തോൽവികളൊക്കെയാണ് ഇതിന് കാരണമെന്ന് ബ്രസീൽ മാധ്യമം ഗ്ലോബോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ബ്രസീലിയൻ ഫാൻസിൻ്റെ മനസ്സിലൊക്കെ പല പഴയ കാഴ്ചകളും മനസ്സിൽ വരും. കാരണം ബ്രസീലിന് ഇപ്പോൾ ഇവരെ രണ്ടാണ് കുറവാണ് കാര്യമായിട്ടുള്ളത്. മുന്നേറ്റ നിരയിൽ നെയ്മറും ബാക്കിൽ ത്യാഗോ സിൽവയും. സിൽവയെ പോലെയുള്ളൊരു വിശ്വസ്ത ബാക്ക് ലൈന് ബ്രസീലിന് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ആയിരുന്നു. വലിയേട്ടനുണ്ടല്ലോ അവിടെ എന്ന്, ബ്രസീലിൻ്റെ വലിയേട്ടൻ എന്നാണല്ലോ വിളിപ്പേര്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ വിനീഷ്യസ്, റാഫിഞ്ഞ, അടുത്ത ബാലൻഡിയറൊക്കെ കാത്തു നിൽക്കുന്ന താരങ്ങൾ ഒരു പിടി ഉണ്ടെങ്കിലും മുന്നേറ്റ നിരയിൽ മാത്രമല്ല ടീമിൽ അനവധിയുണ്ട്. പക്ഷെ കോൺഫിഡൻസ് ഇല്ലായ്മ ബ്രസീലിൽ ആ മുന്നേറ്റ നിരയിൽ നെയ്മറുടെ കുറവും നല്ലോണം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ കൂടുതൽ ആളുകളുടെയും ബ്രസീൽ ഫാൻസിൻ്റെയും മനസ്സിൽ ത്യാഗോ സിൽവയുടെ പഴയ അദ്ദേഹത്തിൻ്റെ കളിയിലെ എന്താ പറയുക നേതൃത്വത്തിൻ്റെ ഗുണങ്ങൾ, നേതൃത്വം, വലിയേട്ടൻ്റെ പദവി ഒക്കെ അങ്ങനെ ഓർമ്മ വരികയാണ്. രണ്ട് താരങ്ങളുടെ മുന്നിലും ബാക്കിലും ഈ രണ്ട് താരങ്ങളുടെയും കുറവ് തന്നെയാണ് ഇപ്പോൾ ബ്രസീൽ അനുഭവിക്കുന്ന വേദന അല്ലേ.